നമസ്തേ. 1/2/2025 ശനിയാഴ്ച തൊഴിൽ മേഖല എങ്ങനെ ഉണ്ടാകും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓരോ കൂറുകാരുടെയും തൊഴിൽ മേഖല എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം. പിന്നെ ലൈക്കും ഷെയറും കൂടെ ചെയ്യുക. തുടർച്ചയായിട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്നവർക്കാണ് ഇത് ന്യൂസ് ഫീഡിലേക്ക് കയറി വരിക. അതുകൊണ്ടാണ് ഞാനിത് കമൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഇനി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ച മേടക്കൂറുകാർക്ക് 1/2/2025 ശനിയാഴ്ച അവരുടെ തൊഴിൽ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. നമ്മളിവിടെ തൊഴിൽ വീഡിയോ മാത്രമാണ് ഇടുന്നത്. പൊതുവായൊരു വീഡിയോ ഇതിനു മുമ്പ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തൊഴിൽ കാര്യങ്ങൾ ഇടാനായിട്ട് കഴിയുമ്പോൾ വീഡിയോ ലോങ് ആയി പോകുന്നുള്ളത് കൊണ്ട് തൊഴിൽ മാത്രമായിട്ട് ഇതിലിടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ തൊഴിൽ മാത്രമായിട്ടുള്ള വീഡിയോയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം മേഡം രാശിക്ക് എങ്ങനെയുണ്ടെന്ന്. മേഡം രാശിക്ക് ഈ 1/2/2025 ശനിയാഴ്ച അനുകൂലമാണ് മേഡം രാശിക്ക് പൊതുവെ കാര്യങ്ങൾ. എന്നാൽ തൊഴിൽ മേഖലയിൽ ഈ ശിവക്ഷേത്ര പരിസരത്തൊക്കെ ജോലി ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത്ര അനുകൂലമായ സ്ഥലമല്ല അവരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നവർ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കണം. മെഡിസിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഈ ഫാർമസിസ്റ്റുകളെ പോലുള്ളവർ, ഡോക്ടർമാരല്ല, ഫാർമസിസ്റ്റുകളെ പോലുള്ളവർ ഒന്ന് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ലഹരി പദാർത്ഥങ്ങളുമായൊക്കെ തൊഴിൽ ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച മേടൻ രാശിക്കാർ. എന്നാൽ വിഷ്ണു ക്ഷേത്രത്തോടനുബന്ധിച്ച് ജോലി ചെയ്യുന്നവർ, വിദ്യാലയം, കോളേജുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, ബാങ്കിങ്, ധനകാര്യ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, അതേപോലെ ഗ്രൗണ്ടുകൾ, പാർക്കുകൾ തുടങ്ങിയൊക്കെ സംരക്ഷിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇത്. അതേപോലെ അഗ്നിശമനസേനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, പട്ടാളം, പോലീസ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അതേപോലെ വൃക്ഷങ്ങളൊക്കെ വെട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള തൊഴിൽ ചെയ്യുന്നവർ, മില്ലുകൾ നടത്തും, തടിമില്ലുകളൊക്കെ നടത്തുന്നവർ, അങ്ങനെയുള്ളവർക്കുമായിട്ടൊക്കെ അനുകൂലമായ സമയമാണ്. അതുപോലെ ഇലക്ട്രോണിക്സ് വർക്കുകളൊക്കെ നടത്തുന്നവർ, ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രിയവിക്രയ കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ ദിവസം ആയിരിക്കും. അതുപോലെ ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ തുടങ്ങിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ, സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റുകൾ, അങ്ങനെയുള്ളവർ, വിവിധങ്ങളായ കൺസൾട്ടിംഗ് ഏജൻസികളൊക്കെ നടത്തുന്നവർ, ഡോക്ടർമാർ തുടങ്ങിയവർക്കൊക്കെ അനുകൂലമായ ദിവസം ആയിരിക്കും. അതേപോലെ ഈ ഭാര്യയും ഭർത്താവുമൊക്കെ ഒരുമിച്ച് കുടുംബത്തിൽ ചെറിയ യൂണിറ്റുകളായിട്ട് ചെയ്യുന്നവർ, നൃത്തകല, കായിക മേഖലകളിലൊക്കെ ജോബ് ചെയ്യുന്നവർ, വീട്ടുജോലിക്ക് നിൽക്കുന്നവർ, വീടുകളിൽ അലങ്കാര വസ്തുക്കൾ, ചിത്രരചന തുടങ്ങിയ കാര്യങ്ങൾ, ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവർ, അതേപോലെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ, ആഭരണ വ്യവസായം, വാഹന സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലം ആയിരിക്കും. അതേപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇത്. ഈ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ ആളുകൾ, അതേപോലെ ഈ ശവദാഹമൊക്കെ ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്കും പൊതുവെ ദോഷകരമല്ലാത്ത ഒരു ദിവസമായിരിക്കും മേടൻ രാശി. മേടൻ രാശി പൊതുവെ നോക്കിയാൽ അനുകൂലമായിരിക്കും. ഇനി നമുക്ക് ഇടവം രാശിയുടെ തൊഴിൽ മേഖല എങ്ങനെയാണെന്ന് നോക്കാം. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം ആണ് ഇടവം രാശി എന്ന് പറയുന്നത്. ഇടവം രാശിക്കാർക്ക് തൊഴിൽ മേഖല പൊതുവെ ഈ
ദമ്പതികളൊക്കെ ഒരുമിച്ച് ചെറിയ യൂണിറ്റുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതുപോലെ നൃത്തകല കായിക മേഖലകളിലൊക്കെ ജോബ് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വീട്ടുജോലിക്കൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. അതുപോലെ വീടുകളിൽ അലങ്കാര വസ്തുക്കളൊക്കെ നിർമ്മിക്കുക, സ്റ്റേഷനറി കടകൾ നടത്തുക, അലങ്കാര വസ്തുക്കളുടെ വിൽപ്പനം നടത്തുക, പെയിൻറ്റിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ്. അതുപോലെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല അനുകൂലമാണ്. ആഭരണ വ്യവസായം, വാഹനം ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക് പൊതുവേ നല്ലതാണ്. എന്നാൽ ഈ പാമ്പ്, എല്ലി മുതലായവയൊക്കെ പിടിക്കുന്ന ടൈപ്പ് ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ക്ഷുദ്രജീവികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഈ നാളുകാർക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ്. എന്നാൽ ശിവക്ഷേത്ര സമീപത്ത് ജോലി ചെയ്യുന്നവർ, അതേപോലെ തുറന്ന വെളും പ്രദേശത്ത് ഒറ്റയ്ക്കൊക്കെ നിന്ന് ജോലി ചെയ്യുന്നവർ ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അതേപോലെ അഗ്നിശമന സേനകളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കില്ല. അതുപോലെ പട്ടാളം, പോലീസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. മുള്ളുകൾ, വൃക്ഷങ്ങൾ, അതേപോലെ വൃക്ഷങ്ങൾ വെട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ തടിമില്ലുകളൊക്കെ എടുക്കുന്നവർ, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ഇലക്ട്രോണിക്സ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, ഭൂമിയുമായി ക്രയവിക്രയം ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം ആണ്. അതേപോലെ വിഷ്ണു ക്ഷേത്ര പരിസരവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, വിദ്യാലയങ്ങളിൽ, കോളേജുകളിലൊക്കെ തുടങ്ങി ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. റവന്യൂ വകുപ്പ്, ബാങ്കിങ് മേഖല, ധനകാര്യ മേഖല ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ, പാർക്കുകൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ നന്നാക്കുന്നവരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. വീടിൻ്റെ വടക്ക് ഭാഗത്ത്, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ജോലിക്ക് പോകുന്നവർ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഡോക്ടർമാർ, സൈക്കോളജിസ്റ്റുകൾ, അതുപോലെ സൈക്കാട്രിസ്റ്റ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. വിവിധങ്ങളായ കൺസൾട്ടിംഗ് ഏജൻസികൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ശുചീകരണ തൊഴിലാളികൾ ഒക്കെ ശ്രദ്ധിക്കണം. അതേപോലെ ഈ തൊഴിലുറപ്പ് തൊഴിലിനൊക്കെ പോകുന്ന ആളുകൾ, ഈ നാളുകാരൊക്കെ വളരെ ഒരു ശ്രദ്ധ അവരുടെ തൊഴിലുകളിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ശവദാഹം പോലുള്ള തൊഴിൽ ചെയ്യുന്നവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കർമ്മികൾ ഇങ്ങനെയുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. മൃഗസംരക്ഷണ മേഖലയിൽ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഡോക്ടർമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മൃഗസംരക്ഷണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, അവർക്ക് ഈ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ ഈ നാളുകാർ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മിഥുനക്കൂറുകാരെ നോക്കാം. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. ഈ മിഥുനക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ 1/2/2025 ശനിയാഴ്ച മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വിദ്യാലയങ്ങൾ, കോളേജുകളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ റവന്യൂ വകുപ്പ്, ബാങ്കിങ് മേഖല, ധനകാര്യ മേഖല, കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ ഇതൊക്കെ പരിപാലിക്കുന്നവർ, അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. അതിൽ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. ബാക്കി ഒന്നും അത്ര അനുകൂലമല്ല. ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല. അതേപോലെ വെളും പ്രദേശത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ ഒറ്റയ്ക്ക് പോയി ജോലിയൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അഗ്നിശമന സേനയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. പട്ടാളം, പോലീസ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അല്പം പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. കാട് വെട്ടുക, മരം വെട്ടുക, ഈ മരം വിൽപ്പന നടത്തുക, വാങ്ങുക, കൊടുക്കുക തുടങ്ങിയ ചെയ്യുക,
മരവുമായി ബന്ധപ്പെട്ട് ഉള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക്, ഫർണിച്ചർ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇലക്ട്രിക് വർക്കുകൾ ചെയ്യുന്നവർക്കൊക്കെ ഈ ദിവസം അത്ര അനുകൂലമായിരിക്കില്ല. ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം. സൈക്കോളജിസ്റ്റുകൾ, ഡോക്ടർമാർ ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്. അതേപോലെ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ തൊഴിലാളികൾ, ഈ ശവദാഹം പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ, അങ്ങനെ കർമ്മം ചെയ്യുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ, മണ്ണിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ദമ്പതികൾ ഒരുമിച്ച് കൂടി വീട്ടിൽ ചെയ്യുന്ന ചെറിയ കുടിൽ വ്യവസായങ്ങൾ പോലെയൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമല്ല, അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. നൃത്ത, കല, കായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടവരാണ്. ഈ നാളുകാർ വീട്ടുജോലിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ഈ ദിവസത്തെ സൂക്ഷിച്ച് കാണുവാൻ. വീടുകളിൽ അലങ്കാര വസ്തുക്കൾ, ആർട്ട് വർക്കുകൾ, ചിത്രരചന മുതൽ അങ്ങനെയുള്ള വർക്കുകളൊക്കെ, വീടുകൾ മാത്രമല്ല അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നവരൊന്ന് കുറച്ച് ശ്രദ്ധ തൻ്റെ കാര്യത്തിൽ കൊടുക്കണം. അതേപോലെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത്. ആഭരണ വ്യവസായം, വാഹനം തുടങ്ങിയവയൊക്കെയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവരും വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇത്. ഇനി കർക്കിടകം കുറ്, പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യമാണ് കർക്കിടകക്കുറ് എന്ന് പറയുന്നത്. ഈ കർക്കിടകക്കുറുകാർക്ക് 2/1/2025 ശനിയാഴ്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കർക്കിടകക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്ര പരിസരത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ വിഷ്ണു ക്ഷേത്ര പരിസരത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ ഒക്കെ മായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റുകൾ പോലുള്ളവ മാനസികമായി ബന്ധപ്പെട്ട ചികിത്സകൾ നടത്തുന്ന ആളുകൾക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും ഒരു അംഗീകാരമൊക്കെ കിട്ടുന്ന അനുകൂലമായൊരു ദിവസമായിരിക്കും. വിവിധങ്ങളായ കൺസൾട്ടിംഗ് ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമായ ഒരു ദിവസം ആയിരിക്കും. അതേപോലെ ദമ്പതികൾ ഒരുമിച്ച് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമാണ്. കുടുംബ യൂണിറ്റുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ആർട്ട് വർക്ക്, അലങ്കാര വസ്തുക്കൾ, അതേപോലെ ചിത്രരചന ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആഭരണ വ്യവസായം, വാഹന വ്യവസായത്തിലൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. എന്നാൽ ഫയർഫോഴ്സ്, അഗ്നിശമന സേന തുടങ്ങിയ കാര്യങ്ങളിൽ അഗ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പട്ടാളം, പോലീസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. മരം വെട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കണം. മരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഫർണിച്ചർ വർക്കുകാരൊക്കെ ശ്രദ്ധിക്കണം. ഈ മുള്ളുകൾ പോലുള്ള ഒക്കെ വെട്ടുക അല്ലെങ്കിൽ വൃത്തിയാക്കുക ഒക്കെ ചെയ്യുന്നവരും ഒന്ന്, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലക്ട്രോണിക്സ് വർക്കുകൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ശുചീകരണ തൊഴിലാളികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഹോട്ടൽ മേഖലയിലെ ആളുകൾ ശ്രദ്ധിക്കണം. ഈ ശവദാഹം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വിദ്യാലയങ്ങൾ, കോളേജുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. റവന്യൂ വകുപ്പ്, ബാങ്കിങ് മേഖല, ധനകാര്യ മേഖല തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും പണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ തുടങ്ങിയ പാർക്ക് തുടങ്ങിയവയൊക്കെ പരിപാലിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഇനി നമുക്ക് ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശി.
ഈ ചിങ്ങം രാശിക്ക് ഫയർഫോഴ്സിലൊക്കെ പണി ചെയ്യുക, അഗ്നിശമന സേനയുമായി ബന്ധപ്പെട്ട് പണി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. അതേപോലെ വിദ്യാലയങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. കളിസ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കുക, ഗ്രൗണ്ടുകൾ നന്നാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ്. അതേപോലെ ഈ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് തടികളുമായൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, തടിമില്ലുകളൊക്കെ നടത്തുന്നവർക്ക്, അതേപോലെ മരങ്ങൾ വെട്ടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. പട്ടാളം പോലീസ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഭൂമി ക്രയവിക്രയം ചെയ്യുകയൊക്കെ ചെയ്യുക, ഭൂമിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. അതുപോലെ തന്നെ കുടിൽ വ്യവസായങ്ങൾ പോലെ കുടുംബത്തിലുള്ളവരൊക്കെ കൂടി ചേർന്ന് ചെയ്യുന്ന വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. നൃത്തകലാ കായിക മേഖലകളിലൊക്കെ ജോബ് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്കൊക്കെ അംഗീകാരങ്ങളൊക്കെ കിട്ടാം. അതേപോലെ അലങ്കാര വസ്തുക്കൾ, ആർട്ട് വർക്കുകൾ, ചിത്രരചന ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടാം. അവർക്ക് അഭിമാനകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്തും ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ്. അവർക്കും അംഗീകാരങ്ങൾ, അവരുടെ തൊഴിലിന് അംഗീകാരങ്ങളൊക്കെ ലഭിക്കും. ആഭരണ വ്യവസായങ്ങൾ, വാഹന വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ സമയമാണ്. എന്നാൽ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, വെളും പ്രദേശത്ത് ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക്, ഞാൻ എടുത്തു പറയാത്ത ക്ഷേത്രങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലാതെ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ ഇങ്ങനെയുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ തൊഴിലുറപ്പ് ശുചീകരണ തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വെച്ചാൽ മണ്ണുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണം. ഹോട്ടൽ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ഈ ശവദാഹം പോലുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഈ പാമ്പ്, എലി മുതലായവയൊക്കെ, അതിലെ മൃഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മൃഗ ഡോക്ടർമാർ അങ്ങനെയുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്, ദിവസമാണ് ഈ 1/2/2025 ശനിയാഴ്ച. ഇനി ചിങ്ങം കഴിഞ്ഞാൽ കന്നി. കന്നി കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് കന്നിക്കൂറ്. ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദേവകാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, അതേപോലെ പള്ളികളിൽ, മോസ്കുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ അനുകൂലമാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർക്ക് അനുകൂലമാണ്. സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊക്കെ പൊതുവെ അനുകൂലമായ അവർക്ക് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടും. ഹോട്ടൽ മേഖലയിലെ ആളുകൾക്ക് അംഗീകാരം കിട്ടും. അതുപോലെ ശവദാഹം അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. അവർക്കൊക്കെ അംഗീകാരങ്ങളും മറ്റുള്ള സ്നേഹാദരവുകളൊക്കെ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊക്കെ ഈ നാളുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. ഒറ്റയ്ക്കൊക്കെ ഒരു സ്ഥലത്ത് നിന്ന്, വെളും പ്രദേശത്തൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടവർ, അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, ഇലക്ട്രോണിക്സ് മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. പട്ടാളം, പോലീസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അതേപോലെ വൃക്ഷവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന, മരം വെട്ടുകയൊക്കെ ചെയ്യുന്നവർ വളരെ കരുതലെടുക്കണം. അതുപോലെ ഫർണിച്ചർ വ്യവസായം നടത്തുന്നവർ, മില്ലുകൾ നടത്തുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ദിവസമാണിത്. ഭൂമിയുമായി ക്രയവിക്രയം ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ അധ്യാപകർ, വിദ്യാലയങ്ങൾ, കോളേജുകളിൽ നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ റവന്യൂ വകുപ്പ്, ബാങ്കിങ് മേഖല, ധനകാര്യ മേഖല
കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ, പാർക്കുകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. അതേപോലെ ദമ്പതികളായിട്ടൊക്കെ ചെയ്യുന്ന ചെറിയ കുടിൽ വ്യവസായമൊക്കെ ചെയ്യുന്നവർക്ക് ചില ഉപദ്രവങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നൃത്ത, കല, കായിക മേഖലകളിൽ നീർക്കടി, അപമാനം, അപകീർത്തിയൊക്കെ വരും. അത് ശ്രദ്ധിക്കണം. വീട്ടുജോലി നിൽക്കുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അതേപോലെ വീടുകളിൽ പെയിൻറ് ചെയ്യുക, അലങ്കാര വസ്തുക്കൾ നടത്തുക, ആർട്ട് വർക്കുകൾ നടത്തുക, ചിത്രരചന നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകളും അവർ ശ്രദ്ധിച്ച് നന്നായിരിക്കും. അതേപോലെ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരും വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നോക്കണം. ആഭരണ വ്യവസായം നടത്തുന്നവർ, ആഭരണമൊക്കെ പണിയുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. അതേപോലെ വാഹന സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർ, ക്രമാതീതമായി വാഹനമൊക്കെ ഓടിക്കേണ്ടി വരുമ്പോൾ അങ്ങനെയൊക്കെ ഓടിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ കരുതലെടുക്കേണ്ട ഒരു ദിവസമാണ് ഇത്. ഇനി തുലാക്കൂറ്. തുലാക്കൂറുകാരുടെ നോക്കാം നമുക്ക്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാക്കൂറുകാരുടെ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്ര പരിസരത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. അതേപോലെ ഒറ്റയ്ക്കൊക്കെ വർക്ക് ചെയ്തെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. അതേപോലെ വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾ, കോളേജുകൾ തുടങ്ങിയതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടവർ, ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ടവർ, ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ, പാർക്കുകൾ ഇങ്ങനെയൊക്കെയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമാണ്. അതേപോലെ ഈ മൃഗസംരക്ഷണ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പാമ്പ്, എലി മുതലായവയൊക്കെ പിടിക്കുന്നവർ, അതുമായിട്ട് ബന്ധപ്പെട്ട് സയൻറ്റിസ്റ്റുകൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ വളരെ അംഗീകാരം കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ നിയമ വകുപ്പുമായി ബന്ധപ്പെട്ടവർക്ക് അല്പം പ്രയാസം അനുഭവപ്പെടുന്നതായിരിക്കും. അതുപോലെ അഡ്വക്കേറ്റുമാർ, ഈ ജഡ്ജിമാർ ഇങ്ങനെയുള്ളവരൊക്കെ അവരുടെ കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് നല്ലതായ ഒരു ദിവസമായിരിക്കും. അതിൽ അഗ്നിശമന സേനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അഗ്നിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ, പട്ടാളം, പോലീസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, കാടുകൾ, മുള്ളൊക്കെ വെട്ടുന്നവർ, വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള വർക്കുകൾ, ഫർണിച്ചർ ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇലക്ട്രോണിക്സ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, ഭൂമി സംബന്ധമായ ക്രയവിക്രയം ചെയ്യുന്നവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായവയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ചില അനുകൂലമല്ലാത്ത സ്ഥിതികൾ, പഴികൾക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ അപമാനമൊക്കെ കേൾക്കേണ്ടി വരും. അതേപോലെ ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഈ ശവദാഹം പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം. ഭൂമിയുമായി നേരിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അതുപോലെ കുടുംബ യൂണിറ്റുകളായിട്ടൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ചില സർക്കാർ മേഖലകളിൽ നിന്നൊക്കെ ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. നൃത്ത, കല, കായിക മേഖലകളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ച് അംഗീകാരം കിട്ടില്ല. ചിലപ്പോൾ ചില അപമാനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിച്ചുകൊള്ളണം. അതുപോലെ അലങ്കാര വസ്തുക്കൾ വിപണനം നടത്തുന്നവർക്ക്, ആർട്ട് വർക്കുകൾ ചെയ്യുന്നവർക്ക്, ചിത്രരചനയൊക്കെ നടത്തുന്നവർക്ക്, സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. ആഭരണ വ്യവസായം നടത്തുന്നവർ ശ്രദ്ധിക്കണം. ആഭരണങ്ങളുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി വൃശ്ചികം രാശി. വൃശ്ചികം എന്ന് പറഞ്ഞാൽ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. ഈ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദേവകാര്യങ്ങൾ,
പള്ളികൾ, മോസ്കുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അതേപോലെ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, അതേപോലെ വിവിധ കൺസൾട്ടിങ് ഏജൻസികളൊക്കെ നടത്തുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതേപോലെ ചെറിയ ചെറിയ കുടുംബ യൂണിറ്റുകൾ അല്ലെങ്കിൽ ചെറിയ ഈ വ്യക്തിഗതമായിട്ടൊക്കെ നടത്തുന്ന ചെറിയ യൂണിറ്റുകളൊക്കെ തൊഴിൽ പങ്കുമായിട്ട് നടത്തുന്നവർക്കൊന്നും അനുകൂലമായ സമയമല്ല. നൃത്ത, കലാ, കായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരും ശ്രദ്ധിക്കണം. വീട്ടുജോലിക്ക് നിൽക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ഈ പെയിൻറ്റിങ് വർക്കുകൾ, അലങ്കാര വസ്തുക്കൾ, ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ചിത്രരചന, അതേപോലെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ആഭരണ വ്യവസായവും വാഹന സംബന്ധമായ വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. എന്നാൽ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അഗ്നി സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നവർ, അതേപോലെ പട്ടാളം, പോലീസ് മേഖലകളിൽ വർക്കുകൾ ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. അതേപോലെ തടിമില്ലുകൾ, ഫർണിച്ചർ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഇലക്ട്രിക് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ ഈ തൊഴിലുറപ്പ് നടത്തുന്ന അങ്ങനെയുള്ള ശുചീകരണ തൊഴിലാളികൾ അങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല. ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് സമയം ഒട്ടും അനുകൂലമല്ല. ഈ ശവദാഹം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് സമയം അത്ര അനുകൂലമല്ല. മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്ക് മാത്രം അനുകൂലമല്ല. അതുപോലെ മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അവരുടെ ഡോക്ടർമാർ, അല്ലെങ്കിൽ മൃഗങ്ങളുമായി നേരിട്ട് ഇടപഴകുന്നവർ, അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇത്. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങളിലെ, കോളേജുകളിലൊക്കെ അങ്ങനെ അധ്യാപകമായി ബന്ധപ്പെട്ട് പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ അനുകൂലമാണ്. റവന്യൂ വകുപ്പ്, ബാങ്കിങ് മേഖല, ധനകാര്യ മേഖല, അതേപോലെയുള്ളവർക്ക് അനുകൂലമാണ്. അതിൽ കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ, പാർക്കുകൾ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമാണ്. അതേപോലെ തന്നെ ഈ കുടുംബ യൂണിറ്റുകളൊക്കെ നടത്തി തൊഴിൽ ചെയ്തു പോകുന്നവർക്ക് അനുകൂലമാണ്. നൃത്ത, കല, കായിക മേഖലകളിൽ ജോബ് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. വീടുകളിൽ അലങ്കാര വസ്തുക്കൾ അല്ലെങ്കിൽ ചിത്രരചന ഇങ്ങനെയൊക്കെ കലാകായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ജോലിയൊക്കെ മാനിച്ച് അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ കഴിയുന്ന ഒരു ദിവസമാണ്. ആഭരണ വ്യവസായം, അതേപോലെ വാഹന സംബന്ധമായ വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ വളരെ നല്ല ഒരു സമയമാണ്. എന്നാൽ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി നിന്ന് വർക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അഗ്നിശമനസേനയുമായൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊന്നും അത്ര അനുകൂലമല്ല. പട്ടാളം, പോലീസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. തടിമില്ലുകൾ, ഫർണിച്ചർ വ്യവസായങ്ങൾ, തടിയുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സമയമല്ല. അതേപോലെ ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഭൂമി സംബന്ധമായ ക്രയവിക്രയം ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. അതേപോലെ ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കൺസൾട്ടിങ് ഏജൻസികൾ, വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ നാളുകാർക്ക് അത്ര അനുകൂലമൊന്നുമല്ല. മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മൃഗ ഡോക്ടർമാർ, മൃഗങ്ങളുമായി നേരിട്ട് ഇടപഴകുന്നവരൊക്കെ വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കുന്നത് നല്ലതാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർ. മകരം രാശിക്കാർക്ക് ദേവകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. പള്ളികൾ, മോസ്കുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നോക്കുന്നവർക്ക് അനുകൂലമാണ്. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. ഡോക്ടർമാർ, ഈ ആശാ വർക്കർമാർ പോലുള്ളവർക്ക്, അങ്ങനെ ആരോഗ്യ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമാണ്. കൺസൾട്ടിങ് ഏജൻസികൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. നൃത്തകല, കായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്.
വ്യവസായ മേഖലകളിലുള്ളവർക്ക് അനുകൂലമാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമാണ്. അലങ്കാര വസ്തുക്കളെ ചിത്രരചന ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമാണ്. അതേപോലെ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് അതിൻ്റെ അംഗീകാരമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആഭരണ വ്യവസായങ്ങൾ, വാഹന വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇത്. എന്നാൽ ശിവക്ഷേത്ര പരിസരവുമായി ബന്ധപ്പെട്ടവർക്ക് അത്ര അനുകൂലമല്ല. അതേപോലെ ഈ അഗ്നിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പട്ടാളം, പോലീസ് തുടങ്ങിയ നിയമ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അഡ്വക്കേറ്റുമാർ, ജഡ്ജിമാർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അല്പം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും. അതിൽ വൃക്ഷ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, ഫർണിച്ചർ വ്യവസായങ്ങൾക്കൊന്നും അനുകൂലമായ ഒരു സമയമല്ല. കോളേജ് അധ്യാപകർ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതേപോലെ ശുചീകരണ തൊഴിലാളികൾക്ക് അനുകൂലമല്ല. ഹോട്ടൽ മേഖലയിലെ ആളുകൾക്ക് അനുകൂലമല്ല. ശവദാഹം പോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. മണ്ണിൽ നേരിട്ട് പണിയെടുക്കുന്നവരും ശ്രദ്ധിക്കുക. ഇനി കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്കാർക്ക്. കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 1/2/2025 ശനിയാഴ്ച ശിവക്ഷേത്രത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ അതേപോലെ അഗ്നിശമന സേനയുമായിട്ട് ബന്ധപ്പെട്ട് പട്ടാളം, പോലീസ് മേഖലകളിലൊക്കെ ബന്ധപ്പെട്ടവർക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, അവർക്ക് അനുകൂലമാണ്. വൃക്ഷ സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക്, മരങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. ഇലക്ട്രോണിക് വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതിൽ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്കും അനുകൂലമാണ്. അധ്യാപകർക്ക് അനുകൂലമാണ്. വിദ്യാലയങ്ങൾ, കോളേജുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, അതേപോലെ റവന്യൂ വകുപ്പ്, ബാങ്കിങ് മേഖല, ധനകാര്യ മേഖല, കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ, പാർക്കുകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയം ആണ്. അതേപോലെ ചെറിയ ചെറിയ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമാണ്. നൃത്തകല, കായിക മേഖലകൾ അനുകൂലമാണ്. അതേപോലെ വ്യവസായ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്ക് ഒക്കെ അനുകൂലമാണ്. അലങ്കാര വസ്തുക്കൾ ഒക്കെ ചെയ്യുന്നവർ, സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ്. ആഭരണ വ്യവസായം, വാഹന വ്യവസായം തുടങ്ങിയൊക്കെ നടത്തുന്നവർക്കും അനുകൂലമാണ്. ഇനി നമുക്ക് മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, അങ്ങനെയുള്ള നഴ്സുമാർ തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകർ, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കൺസൾട്ടിങ് ഏജൻസികളൊക്കെ നടത്തുന്നവരും ശ്രദ്ധിക്കുക. അതേപോലെ ഈ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അതേപോലെ ഈ ശവദാഹം പോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ, അതുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർ, അതേപോലെ മണ്ണിൽ നേരിട്ട് പണിയെടുക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതിന് മൃഗസംരക്ഷണ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കാം. മൃഗങ്ങളുമായി നേരിട്ട് ഇടപഴകുന്നവർ ശ്രദ്ധിക്കാം. എന്നാൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർക്ക് അനുകൂലമാണ്. ശിവക്ഷേത്രത്തിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, അതേപോലെ ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, മെഡിസിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ഫാർമസിസ്റ്റുകൾ പോലുള്ളവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. എങ്കിലും അവർക്ക് തൊഴിൽ മേഖല അനുകൂലമായിരിക്കും. അതേപോലെ പട്ടാളം, പോലീസ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വൃക്ഷ സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഇലക്ട്രോണിക്സ് വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അധ്യാപകർ, കോളേജുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക്, റവന്യൂ വകുപ്പ്, ബാങ്കിങ്, ധനകാര്യ മേഖല, കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ ഇങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ വർക്ക് ചെയ്യുന്ന മീനക്കൂറുകാർക്ക് അനുകൂലമായ സമയമാണ്. ചെറിയ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ വ്യവസായശാലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. ഈ അലങ്കാര വസ്തുക്കൾ, പെയിൻറ്റിങ് വർക്കുകൾ ചെയ്യുന്നവർ, ചിത്രരചന, അതുപോലെ അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്.
ആഭരണ വ്യവസായം, വാഹന വ്യവസായമൊക്കെ ചെയ്യുന്നവർക്കും പൊതുവെ അനുകൂലമാണ്. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, തുടർച്ചയായിട്ട് കിട്ടണമെന്ന് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇത്രയും ചെയ്യുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം തൊഴിൽ മേഖല ഒരുപാട് ധാരാളം ഇങ്ങനെ വിസ്താരമായി കിടക്കുകയാണ്. അപ്പം എല്ലാമൊന്നും പറയുക പ്രായോഗികമല്ല, എങ്കിലും നിങ്ങൾക്ക് ആവറേജ് മനസ്സിലാകുന്ന രീതിയിൽ അത്യാവശ്യം വേണ്ടിയുള്ള തൊഴിൽ മേഖലകൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തൊഴിൽ മേഖല പ്രത്യേകമായി ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നത് തന്നെയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.